ഗുഡ് മോർണിംഗ്. ഞാനിന്ന് വന്നേക്കുന്നതേ മുട്ട അവിയൽ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് മുട്ട അവിയൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. വീട്ടിൽ ഉള്ള ഏത് വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പച്ചക്ക വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പച്ചക്ക, സവാള, കുക്കുംബർ, തക്കാളിപ്പഴം, പച്ചമുളക്, കറിവേപ്പില. വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ അവിയലിന് എങ്ങനെ കട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നില്ല. നമ്മളൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളത് വേവിക്കുക. ചെറിയ തീയിൽ അത് അതിനകത്തുള്ള വെജിറ്റബിളിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അത് വേവുമ്പോൾ ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കുക. ഇതിനാവശ്യമായ ചിരകിയ തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, സവാള, കറിവേപ്പില, പിന്നെ ഒരു സ്പൂണ് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് അതിന് കുറച്ചും കൂടി പിന്നീട് ഇടുന്നുണ്ട്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് അരയരുത്. ചെറുതായിട്ട് നമ്മൾ അവിയലിൽ എങ്ങനെ അരയ്ക്കുന്നോ അതേപോലെ തന്നെ എടുത്താൽ മതി. അരപ്പ് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് നമ്മൾ തുറക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മുട്ട, ഞാൻ അതിൽ 2 മുട്ട എടുത്തേക്കുന്നത്. മുട്ട പുഴുങ്ങിയത് നീളത്തിൽ കട്ട് ചെയ്ത് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ മുട്ടയും കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ട അവിയൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ട അവിയൽ. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് വേണം ചേർക്കാൻ. അതും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെജിറ്റബിളിൻ്റെ കൂടെ കിടന്ന് കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുട്ട ചേർക്കുന്നത്. സാധാരണയായി നമ്മൾ വീടുകളിൽ ഒന്നെങ്കിൽ മുട്ടക്കറി വെക്കും, അല്ലെങ്കിൽ മുട്ട തോരൻ വെക്കും, അല്ലെങ്കിൽ മുട്ട പൊരിച്ചെടുക്കും. ഇത്രയല്ലേ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. എപ്പോഴും ഒരേ ടേസ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ മുട്ട കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. ഞാൻ തയ്യാറാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫോളോ ചെയ്യാതെ കാണുന്നവർ ഫോളോ ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണുക. ശുഭദിനം.